ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് എല്ലാവരോടും ഉള്ളത്, ഇത് പറയുന്ന സമയത്ത് ആദ്യം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കൂ. കേട്ടതിന് ശേഷം പലർക്കും എന്നെ തെറി വിളിക്കണം തോന്നും. സ്വാഭാവികം. എന്റെ പൊന്നു ദൈവമേ, ദാ മേജർ സാർ എത്തിയല്ലോ. ദൈവമേ, പുതിയ കുറെ വിവരക്കേടുമായിട്ടാ വന്നേക്കുന്നേ. ബാ നമുക്ക് കേട്ടു നോക്കാം. ഞാൻ ഇതിനകത്ത് കുറെ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോണം വാങ്ഡൂസിന് എനിക്ക് ചൈന ഭാഷ പറയുന്നോടാ. എന്റെ പൊന്നു സാറേ, ആദ്യം അതിന്റെ പേര് പറയാൻ പഠിക്കുക, എന്നിട്ട് ഡേറ്റ തപ്പിപ്പോ ബാക്കി വിവരക്കേട് കേട്ടെ. ഇപ്പൊ പോലും നിങ്ങൾ ഡൽഹിയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പോലും ചില ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പോയി എന്നിട്ട് ഒച്ചമ്പടമുണ്ട്. അവര് ബേസിക്കലി ഇവിടെ വലിയ പണിയൊന്നും ഇല്ല അവർക്ക്. എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? അവർക്കൊന്നും ഒരു പണിയില്ല. ഇന്നലെ മമ്മൂക്ക വന്ന് സപ്പോർട്ട് ചെയ്തു, ഒരു പണിയില്ല. ദുൽഖർ വന്ന് സപ്പോർട്ട് ചെയ്തു, ഒരു പണിയില്ല. ടോവിന് വന്നു, പണിയൊന്നുമേ ഇല്ല. അതുകൊണ്ടാണല്ലോ സപ്പോർട്ട് ചെയ്തത്. പുള്ളിയുടെ മെയിൻ പ്രോബ്ലം BJP ഭക്തി. രാജ്യസ്നേഹമൊന്നുമല്ല, BJP ഭക്തി. ചാണകം തലയ്ക്ക് കയറിയതാണെന്നാ തോന്നുന്നത്. മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമിനേഷൻ പേപ്പർ ലീക്കായി കഴിഞ്ഞാൽ അതിന്റെ പിറകില് മോദി ഗവൺമെന്റിനെ താഴ്ത്തി. ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്താണ്? ഒരു മാറ്റവും ഇല്ലല്ലോ. ഇവിടെയാണ് നമ്മൾ നാഷണലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ് തുടങ്ങിയിരിക്കുന്ന. അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ടിങ്. ഈ സോറോസ് എന്ന് പറയുന്ന വ്യക്തി ഏതാണ്? 40 ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കിയ വ്യക്തിയാണ്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? ഇന്ത്യയിലേക്ക് നിങ്ങളൊരു പാർലമെന്റ് അറ്റാക്ക് നടത്താനൊക്കെ പോവുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോഴുള്ള ഈ പീക്കരി പടകളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അതിന്റെ മുന്നിൽ നിങ്ങൾ പ്രക്ഷോഭം നടത്താൻ പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കിട്ടും. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. നന്നായിട്ട് വളർത്തിയിട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവിടെ ഇതുപോലുള്ള പ്രക്ഷോഭത്തിനായിട്ട് അവിടെ പോവില്ല. അവിടെ പട്ടി കഴുവറട മോനെ. ഇതിനെല്ലാം ശേഷം മോഹൻലാലിന്റെ മോളെ കുറിച്ച് ഇടിച്ചു താഴ്ത്തുകയാണോന്നറിയില്ല, ന്യായീകരിക്കുകയാണോന്നറിയില്ല. എന്തെല്ലാം വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് കണ്ടപ്പം പുള്ളിക്ക് ചൊറിച്ചില്. എമ്പുരാൻ ഇറങ്ങിയ സമയത്തും ഇതേ ചൊറിച്ചിലായിരുന്നെന്നാ തോന്നുന്നത്. എന്താണെങ്കിലും ഈ തലയിൽ ചാണകം കയറിയ ഇവനെയൊക്കെ എന്താ പറയണ്ടേന്ന് നിങ്ങൾ തന്നെ പറ. പുള്ളിയിലെ ഈ ഡയലോഗൊക്കെ കേട്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം? എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്?